ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇത് മൺഡേ മിനി വ്ലോഗായിനി. ഇന്ന് ഞാൻ 6:30ക്ക് എണീച്ച് അങ്ങനെ ഏട്ടനക്ക് പണിയുണ്ട് ಅಂತ പറഞ്ഞ് അങ്ങനെ ഓർക്ക് മുത്താറി ദോശ ആക്കി ചായ ആക്കി കൊടുത്തു. ഒരു ചായ എല്ലാം കുടിച്ചിട്ട് ഓര് പണിക്ക് പോയി. ഞാൻ മിറ്റെല്ലാം അടിച്ച് വാരിയിട്ട് വന്നു. കുറച്ച് ചായ ആക്കി കൊടുത്ത പാത്രങ്ങളുണ്ടായി, അതെല്ലാം കഴുകാന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് വെച്ച് പിന്നെ നമ്മളുടെ ചായൻ്റെ പരിപാടി നോക്കാന്നിട്ട് ഞാൻ വന്നു. ഇന്ന് ഞാൻ ചെറുപയർ കറിയും വെള്ളപ്പം ചൂടാന്നിട്ട് വന്ന് ഞാൻ എങ്ങനെ ചെറുപയർ കറി ആക്കണത് കാണിക്കാം. രാത്രിന് വെള്ളത്തിൽ കുതിരി വെച്ച ചെറുപയർ, ഒരു പച്ചമുളക്, ഒരു ഉള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ അടിക്കണം. 3-4 വിസിൽ അടിച്ച പിന്നെ അത് വിസിൽ പോയ പിന്നെ അതെടുത്തിട്ട് കടുക്, വെളിച്ചെണ്ണ, ഉണക്കമുളക് ഇത്ര ഇട്ടിട്ട് വറുത്താൽ എൻ്റെ ഒരു ചെറുപയർ കടി റെഡിയാവും. പിന്നെ വെള്ളപ്പം മാവ് റെഡിയായിനി. ഇത് ഞാൻ രാത്രി തലേ ദിവസം തന്നെ അരിയും ചോറ് കുറച്ച് കള്ളു കൂട്ടിയിട്ട് നല്ല നൈസായിട്ട് അരച്ചിട്ട് ഇട്ടത് രാവിലത്തേക്ക് നല്ല പൊന്തി വന്നിന്. ഇപ്പോൾ ചുടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചുട്ടിന് ഇവിടെ നോക്കി എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വെള്ളപ്പം അങ്ങനെ റെഡിയായി. ഇപ്പോൾ വിസിൽ പോയിന്. ഇപ്പോൾ ചെറുപയറിന് ഇങ്ങനെ നല്ലോണം നൈസായിട്ട് ഇതാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂട്ടാൻ കറിയും. അതിക്ക് വെളിച്ചെണ്ണ, കടു, പിന്നെ ഉണക്കമുളക്, കറിവേപ്പില ഇട്ടിട്ട് വറുത്തിട്ടാൽ കറി റെഡിയായി. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടിച്ചിട്ട് മോള് സ്കൂളിലേക്ക് പോയി. ഞാൻ ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായി. ആ സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല. അത് ഇന്ന് രാവിലെ തന്നെ ആ പണി നോക്കാൻ എന്നിട്ട് ഇപ്പോൾ എല്ലാ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായി. അതെല്ലാം ഞാൻ തുടച്ചിട്ട് ഓരോരോ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാട്ടിൽ വെച്ച്. മുന്തിരി ഞാനിപ്പോൾ കഴുകുന്നില്ല. അത് തിന്നുമ്പോൾ നമ്മൾ ഉപ്പുവെള്ളം ചൂടുവെള്ളം ആക്കിയിട്ട് നല്ലോണം കഴുകിയിട്ട് തന്നെ തിന്നുന്നത്. ഇപ്പോൾ അങ്ങനെ ഞാൻ ഇടും. പിന്നെ ഞാൻ ഏത് ഫ്രൂട്ട്സ് ആയാലും ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഇങ്ങനെ ഓരോരോ പാട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ഇടും. ഫ്രിഡ്ജിലിട്ടാൽ എനിക്ക് ഇഷ്ടമാവുന്നില്ല, എന്നിട്ട് ഫ്രൂട്ട്സ് ഇടാൻ പാടില്ല എന്നിട്ട് ഞാൻ ഇടുന്നില്ല. കുറച്ച് ബാദാം മേടിച്ചിന്, അത് ഒരു പാട്ടിലിട്ട്. പിന്നെ പച്ചക്കറി അത് അങ്ങനെ തന്നെ ഞാൻ മേടിച്ച ദിവസം തന്നെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് എല്ലാം കഴുകിയിട്ട് ഒരു തുണിയിലെല്ലാം തുടച്ചിട്ട് ഫ്രിഡ്ജിലിടും. നമുക്ക് തിരക്കുണ്ടാകുമ്പോൾ ചോറ് കറി ആക്കുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് കറി ആക്കാമല്ലേ എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യും. ഇതെല്ലാം ഇങ്ങനെ വൃത്തിയായിട്ട് വെച്ചാൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും. തക്കാളി എല്ലാം ഞാനിങ്ങനെ തുണിയിൽ തുടക്കും. പിന്നെ കറി ആക്കുമ്പോൾ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് തന്നെ